ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മനോഹര ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായുള്ള ഒരു വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16-17. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്നതായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. 17 ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചത് ഈ ലോകത്തെ നശിപ്പിപ്പാനോ വിധിപ്പാനോ അല്ല, പിന്നെയോ കർത്താവായ യേശു മുഖാന്തരം പാപത്തിൽ അകപ്പെട്ടു പോയ, ശാപത്തിൻ കീഴിലായ മാനവകുലത്തെ മുഴുവനായിട്ടും രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. കാരണം കർത്താവായ ദൈവം മനുഷ്യരെ, ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്കറിയാം. ആ ദൈവത്തിൻ്റെ അളവുറ്റ സ്നേഹം മനുഷ്യരാശിക്ക് നൽകി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുകയും ആ വലിയ ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുകയും ആ വലിയ ഒരു ഉത്തരവാദിത്വം, ആ തന്നിൽ ഭരമേൽപ്പിച്ചിരുന്നതായ ആ ദൗത്യം വളരെ വിജയകരമായി ക്രൂശിന്മേൽ നിർവഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ യേശുക്രിസ്തുവ് നാം എത്രത്തോളം വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പാത നാം എത്രത്തോളം പിന്തുടരുന്നു എന്ന് നാം ചിന്തിക്കാം. ഈ 2025 വർഷത്തിൽ നമ്മുടെ മോർണിംഗ് വാച്ച് എന്ന് പറയുന്നത് ടു ബി ലൈക്ക് ജീസസ്, യേശുവിനെ പോലെയാകുക. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ആയിരിക്കുന്ന, ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയം, അതിൻ്റെ അടയാളങ്ങളൊക്കെയും ഈ ലോകത്ത് തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ആ ഒരു സമയത്ത്, അന്ത്യ നാളുകളിലെ അന്ത്യ നിമിഷങ്ങളിൽ പാർത്തിരിക്കുന്ന നമുക്ക് ഏവർക്കും വളരെ പ്രത്യാശയോടെ നൽകിയിരിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെയും. കർത്താവ് യേശുക്രിസ്തുവിനെ നാം പിന്തുടരുക, യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുക. അങ്ങനെ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് 7 പ്രധാന കാര്യങ്ങൾ നാം ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ പ്രധാന കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുവാൻ ഉള്ളതായ ഏക വഴി കർത്താവായ യേശുക്രിസ്തു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ദർ ഈസ് നോ അതർ നെയിം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒൺലി ദ നെയിം ജീസസ്. യേശുക്രിസ്തു ആകുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ ആ യേശുക്രിസ്തു എന്നുള്ളതായ ആ വഴി, യേശുക്രിസ്തുവിൽ മാത്രമേയുള്ള ആ രക്ഷ നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ നാം കണ്ടു, രക്ഷയിലേക്കുള്ളതായ ഏക മാർഗം, ഏക വഴി, രക്ഷിക്കപ്പെടുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു. വേറെ ഒരു മനുഷ്യരുടെയും പേരുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ഒരേ ഒരു പേര്, യേശുക്രിസ്തു എന്നുള്ളതായ പേര്. രണ്ടാമത്തെ, പാപ വിമോചനത്തിനുള്ളതായ വഴി കർത്താവായ യേശുക്രിസ്തു. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 1:9 നമ്മൾ വായിക്കുമ്പോൾ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ പാപവിമോചനത്തിനുള്ള, നമ്മുടെ പാപങ്ങളെ മോചിച്ച് കിട്ടുവാനുള്ളതായ ഏക വഴി കർത്താവായ യേശുക്രിസ്തു എന്ന് കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തത്, പ്രാർത്ഥന കേൾക്കുവാനുള്ളതായ ഏക വഴി കർത്താവായ യേശുക്രിസ്തു.
നിങ്ങൾ എൻ്റെ നാമത്തിൽ യാചിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മളെല്ലാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവസാനം പറയുന്നത് ജീസസ് നെയിം ഐ പ്രേ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്നൊക്കെയും പറയും. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കേൾക്കുവാനുള്ളതായ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തുള്ള എല്ലാവരും പല മതത്തിൽപ്പെട്ടവർ, പല ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഇതൊക്കെയും ദൈവസന്നിധിയിൽ എത്തുന്നതിന് വേണ്ടി ഒരേ ഒരു വഴി കർത്താവ് യേശു ക്രിസ്തു എന്നുള്ള വഴി ആണ്. വേറെ ഒരു വഴിയുമില്ല. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാനുള്ളതായ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ ഏത് ആശുപത്രിയിൽ ചെന്നാലോ, ഡോക്ടേഴ്സ് സമീപിച്ചാലോ, പാസ്റ്റേഴ്സിനെ, അച്ഛന്മാരെ ആരെ കണ്ടാലോ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഇറ്റേണൽ ലൈഫ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് യേശു ക്രിസ്തു എന്നുള്ള ഏക വഴി, ആ ഏക വഴിയിലൂടെയാണ് നമുക്ക് ആ നിത്യജീവനെ, ആ ഇറ്റേണൽ ലൈഫ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് കാണുവാൻ കഴിയുന്നത്. 5, നീതീകരണം പ്രാപിപ്പാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു. നീതീകരണം പ്രാപിപ്പാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. റോമർക്ക് എഴുതിയ ലേഖനം 3:26 നമ്മൾ വായിക്കുമ്പോൾ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് എന്ന് പറയുന്നു. നമ്മെ നീതീകരണം അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ, നീതീകരണം പ്രാപിപ്പാനുള്ളതായ ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നാം മനസ്സിലാക്കുക. 6, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു. അതിന് വേറെ ഒരു ഷോർട്ട് കട്ട്, കുറുക്ക് വഴികളൊന്നുമില്ല. അതിനേക ഒരു മാർഗം, ഏക വഴി യേശു ക്രിസ്തുവാണ് എന്ന് നാം മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് കാണുന്നു. സംശയമുള്ളവർക്ക് ഈ വേദഭാഗങ്ങളൊക്കെയും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 7ാമത്തെയും അവസാനത്തെയുമായ പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള ഏക വഴി, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആ സ്വർഗത്തിലേക്ക് പോകുവാനാണ്, പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനാണ്, യേശു ക്രിസ്തുവുമായിട്ട് ജീവിപ്പാനാണ്. ആ യേശു ക്രിസ്തുവിൽ നാം വസിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ആ യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നാം സഞ്ചരിച്ച് നീങ്ങുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ലഭ്യമാകും. പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള ഏക വഴി യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നു. 7 കാര്യങ്ങൾ നാം ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, നാം ഓരോരുത്തരും യാത്ര ചെയ്തില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ മുൻപാകെ അടയുകയാണ് ചെയ്യുന്നത്. യേശു നമ്മെ കാണിക്കുന്ന, യേശു എന്നെ കാണിക്കുന്ന വഴികളിൽ ഞാൻ നടന്നു നീങ്ങിയില്ല എങ്കിൽ, യേശുവാകുന്ന വഴിയും സത്യവും ജീവനും എന്നിൽ വന്നില്ല എങ്കിൽ രക്ഷയിലേക്കുള്ള വഴി അവിടെ അടയുകയാണ്. പാപവിമോചനത്തിനുള്ള വഴി അവിടെ അടയുന്നു. പ്രാർത്ഥന കേൾക്കുവാനുള്ള വഴി അവിടെ അടയുന്നു. നിത്യജീവങ്കിലേക്കുള്ള വഴി അവിടെ അടയുന്നു. നീതീകരണം പ്രാപിപ്പാനുള്ള വഴി അവിടെ അടയുന്നു. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുവാനുള്ള വഴി അവിടെ അടയുന്നു. പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ളതായ ആ വഴി അവിടെ അടയുകയാണ്. ഇത്രയും വഴികൾ നമ്മുടെ മുൻപാകെ അടയും. നാം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നാം സഞ്ചരിച്ചില്ല എങ്കിൽ ഇതൊക്കെയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഈ വഴികളെല്ലാം നമ്മുടെ മുൻപാകെ തുറക്കപ്പെടാൻ, പാപവിമോചനത്തിനുള്ള വഴി തുറക്കപ്പെടാൻ, പ്രാർത്ഥന കേൾക്കുവാനുള്ള വഴി തുറക്കപ്പെടാൻ, നീതീകരണം പ്രാപിപ്പാനുള്ള വഴി തുറക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള വഴി തുറക്കപ്പെടാൻ, രക്ഷയിലേക്കുള്ള വഴി തുറക്കപ്പെടാൻ, പിതാവിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വഴി തുറക്കപ്പെടാൻ, നീതീകരണം അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുള്ള വഴി തുറക്കപ്പെടാൻ നാം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുക. ഈ അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ നാം ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞവരാണോ? ഇല്ല എങ്കിൽ നല്ലൊരു തീരുമാനത്തോടെ ഇന്നത്തെ പകൽക്കാലം നമുക്കായിരിക്കാം. ഇനിയുള്ളതായ അങ്ങോട്ടുള്ളതായ ദിവസങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവാണ് എൻ്റെ വഴിയും സത്യവും ജീവനും, ആ യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിപ്പാൻ, യേശു ക്രിസ്തുവാകുന്ന ആ മുന്തിരിവള്ളിയിൽ വസിച്ച് ജീവിപ്പാനായിട്ട് ഞാൻ ഒരുങ്ങുന്നു
നമ്മെ തന്നെ സമർപ്പിക്കാം എന്നുള്ളതായ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച് നല്ല വചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ അടിയങ്ങൾ സഞ്ചരിച്ചു നീങ്ങുവാനും കർത്താവെ, അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായ ആ ഓരോ കാര്യങ്ങളും പ്രാപിച്ചെടുക്കുവാനും നിത്യജീവനിലേക്ക് എത്തുവാനും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുമായിട്ട് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.